ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ലിയ ഫാൻറ്റസി. ഇന്ന് ഞാൻ കളിക്കാൻ പോണത് 99 നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റ് ആണ്. ഞാൻ ഓൾറെഡി കളിച്ചിട്ട് കുറച്ച് അയക്കണ്, ഡേ 34 അയക്കണ്. പക്ഷേ ഞാൻ ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയത്. എൻ്റെ മാക്സ് ലെവൽ ഫയർ മാക്സ് ലെവലാണ്. എനിക്ക് കുറേ ഇനിയും ഫ്യൂലുണ്ട്. പിന്നെ എൻ്റെ പെറ്റ് പിപ്പി കിവി അല്ല കിവി ഉണ്ട്. എൻ്റെ പേര് ബീൻ എന്നാണ്. എനിക്ക് അതിന് വേണം എടുക്കാൻ പറ്റും. പിന്നെ നമുക്കിതൊക്കെ മെസ്സ് ഒന്ന് ക്ലീൻ ചെയ്യാം. ഇവിടെ ഉള്ള ഈ ഫ്യൂവൽ ഓർഡറിൽ തന്നെ ചെറുതായിട്ട് ഓർഡറിൽ തന്നെ നമുക്ക് എടുത്തിട്ട് എന്നിട്ട് അവിടെ കൊണ്ടുപോയി വെക്കാം. അവിടെ രണ്ടെണ്ണം ഉണ്ട്, കുഴപ്പമില്ല, നമുക്ക് പോയി എടുക്കാം ആദ്യം. പിന്നെ ഗൈസ്, നിങ്ങൾ നെക്സ്റ്റ് ടൈം ഏത് ഗെയിമാണ് വേണ്ടത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഡേ 50 ആയി നമുക്ക് 2 ഡയമണ്ട് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഡേ 100 സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ സർവൈവ് ചെയ്യും ഗൈസ്. പിന്നെ അതാ ഇവിടെ കുറച്ച് ട്രാപ്പ് വെച്ചിട്ടുണ്ട്. കൾട്ടിസ്റ്റ് വരുമ്പോൾ ഏത് കൾട്ടിസ്റ്റ് വേവ് വന്നാലും നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഗൈസ് നമ്മുടെ പിപ്പി കിവി 2 പിപ്പി കിവി ഉണ്ട് ഗൈസ്. മെറ്റൽ നിങ്ങൾ കണ്ട 67 മെറ്റൽ. പിന്നെ എനിക്ക് ഇതുണ്ട്, ചെയിൻസോ ഉണ്ട്. ഞാൻ റൂബി ചെസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിരുന്നു നിങ്ങൾക്ക് അവിടെ കണ്ടപ്പോൾ. റൂബി ചെസ്റ്റ് ഞാൻ കണ്ടത് എനിക്ക് ഓർമ്മയില്ല ഇവിടുന്ന് റൂബി ചെസ്റ്റ് കണ്ട്. മറ്റേ ബെയറൊക്കെ ഉള്ള സ്ഥലത്ത് ഞാൻ പോയപ്പോൾ അവിടെ ഇതുണ്ടായിരുന്നു റൂബി ചെസ്റ്റ്. അടുത്ത് കുറേ വുൾഫും ആൽഫ വുൾഫും പിന്നെ ഒരു ബെയറിനെ മതി നമ്മൾ തീർക്കാൻ. പിന്നെ ഗൈസ് നമുക്ക് വലിയ ട്രീസൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. സ്ട്രോങ് ആക്സ് നമുക്ക് കിട്ടിയിരുന്നു, പക്ഷേ ഇതാണ് അതിനേക്കാൾ നല്ലത് അപ്പം നമ്മുടെ അടുത്ത്. പിന്നെ നിങ്ങൾ എത്ര വട്ടം നിങ്ങൾ ഇത് റൂബി ചെസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. നമുക്ക് ഫുഡില്ല, 0 ഫുഡാണ്. ക്രോക്ക് പോട്ടൊക്കെ ഉണ്ട്, എന്നാലും ഫുഡ് 0 ആണ്. നമുക്ക് ഫുഡ് വേണം. പിന്നെ ബ്ലിസാർഡ് ഉണ്ട്, അതൊന്നും ഉണ്ടായാലും നമുക്കൊരു കുഴപ്പമില്ല. നമ്മൾ ഓൾറെഡി നമുക്ക് കുറേ ഇതുണ്ട്, എന്താ പറയുക, കുറേ ഫ്യൂലുണ്ട്. പിന്നെ കുറച്ച് ബണ്ണീസിനെ നമുക്ക് വെട്ടിയെടുക്കാം. അപ്പം നമുക്ക് കുറച്ചും കൂടി ഫുഡ് ഉണ്ടാവുമല്ലോ. പിന്നെ ഗൈസ് ഞാൻ ഒന്നുകൂടി നേരത്തെ പറഞ്ഞിരുന്നില്ല, എനിക്ക് 2 കിവിനെ കിട്ടിയെന്ന്. പിപ്പി കിവി തന്നെ ഓർമ്മ വരുന്നുള്ളൂ. 2 കിവിനെ കിട്ടിയിരിക്കണെന്ന് ടൈം ചെയ്തിരുന്നു. ആ 2 എണ്ണം എന്താ പറയുക, ഒന്ന് ഞാൻ മറ്റേ ഇപ്പം എന്താ ഞാൻ പറഞ്ഞു, ഹാമർ ഉണ്ടാക്കൂലേ, ഹാമർ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഞാൻ ഒന്ന് വെച്ചിരുന്നു. ഒന്നിനെ ഞാൻ അറിയാതെ സിറ്റെന്ന് കൊടുത്തിരുന്നു. അതൊക്കെ ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. അതിൻ്റെ പേര് സ്റ്റോമി എന്നുള്ളതാണ് എന്താണ്. പിന്നെ ഇതാ പുതിയൊരു സാധനമാണ് ലോഗ് വാൾ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട്. നമ്മളത് ലോഗ് ഗേറ്റ് വാളാണ് അങ്ങനെ എന്തിലേക്കട്ടെ. നമുക്ക് അത് ഇവിടെ ബിൽഡ് ചെയ്യാൻ എന്താണെന്നറിയില്ല. ഗൈസ്, ഇത് അടിപൊളി സെറ്റ്. ക്രാക്കിഫർ ഇത് ഉണ്ടാക്കി നന്നായി. നമുക്കിപ്പോൾ കഷ്ടപ്പെട്ടിട്ട് വേറെ ഡോറൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ ഫുൾ എല്ലായിടത്തും സറൗണ്ട് ചെയ്താൽ അപ്പോൾ നന്നാവും. പിന്നെ ഗൈസ് നമുക്ക് സ്റ്റാവിങ് എന്ന് കാണിച്ചിരുന്നപ്പോൾ എനിക്ക് ജയൻറ്റ് സാക്ക് ഉണ്ട്, ചെയിൻസോ ഉണ്ട്, സ്ട്രോങ് ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, റിവോൾവർ ഉണ്ട്, സ്പിയർ ഉണ്ട്, റൈഫിൾ ഉണ്ട്. പിന്നെ കുറച്ച് 1 2 3 4 5 ബ്ലൂ പ്രിൻറ്റ്സ് ഉണ്ട്, ഒരു ടൈമിങ് ഫ്ലൂട്ടും ഉണ്ട് ഗൈസ്. പിന്നെ ഒരു ഉപയോഗം യൂസ് എന്താണെന്ന് വെച്ചാൽ പിപ്പി കിവിനെ നമുക്ക് ടൈം ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഒരു 3 എണ്ണത്തിനെങ്കിലും ടൈം ചെയ്യണ്ടേ. പക്ഷെ ഇതിൽ പിപ്പി കിവിന് നമ്മൾ ഒരു പിപ്പി കിവിന് ടൈം ചെയ്താൽ തന്നെ നമുക്ക് അപ്ഗ്രേഡിൻ്റെ ടൈം ആവും. അത് സെറ്റാണ് ഗൈസ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. പക്ഷേ 2 എണ്ണം നമുക്ക് ടൈം ചെയ്യാൻ പറ്റും. പിന്നെ പിപ്പി കിവിന് ആകെ വേണ്ടത് ഒരു ബെറി മാത്രമാണ്. പിന്നെ അതിന് ടൈം ചെയ്താലും നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അത് ആരെയും അറ്റാക്ക് ചെയ്യൂല. നമ്മളാരെയും അറ്റാക്ക് ചെയ്യാൻ വന്നാലും അറ്റാക്ക് ചെയ്യൂല. നമുക്കത് അടുത്ത ലോഗ് വാൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്, ലോഗ് ഗേറ്റ് വാൾ. ഇനിയിപ്പോൾ ആരും ലോഗ് വാൾ ബിൽഡ് ചെയ്യാൻ ചാൻസ് ഇല്ല. കണ്ട, റെഡി ഫോർ അപ്ഗ്രേഡിന്. ഇനി ലോഗ് വാൾ ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഓൾറെഡി ഉണ്ടായുണ്ട്. പിന്നെ സാപ്ലിങ്സ് ഒക്കെ നമുക്ക് മാറ്റി വെക്കാം. ഗൈസ്, രാത്രി ആയിട്ടുണ്ട്. ഹായ് ബീൻ, അവിടെ പുറത്ത് പോയിരുന്നിട്ടാ, വേഗം വാടാ. ഓക്കെ, ഇവിടെ ബിൽഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, സെറ്റ് ആയിട്ടുണ്ട്. സെറ്റ് ഗൈസ്. നിങ്ങൾക്ക് ഈ പുതിയ സാധനം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വേറെ എന്തുണ്ട്, എന്തോ ഒരു ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഡ് ഫ്ലാഗ് എന്തോ ഉണ്ട്. 6-7 മെറ്റൽ ഗൈസ്. സ്റ്റ്യൂ റെഡിയായി. പോരട്ടെ, നമുക്ക് അടുത്ത സ്റ്റ്യൂ ഉണ്ടാക്കാം. നമുക്ക് മാക്സിമം കുറേ സ്റ്റ്യൂ വേണം. പക്ഷെ ഇത് 100 വരെ ഒന്നും സർവൈവ് ചെയ്യുന്നില്ല. ഒരു ഡേ 50 ആയാൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഡെഡ് ആവാൻ പോവുകയാണ്. ഗൈസ്, അടിയിൽ തീയൊക്കെ വരുന്നുണ്ട് ഗൈസ്. നിങ്ങളത് കണ്ടിക്കണം. ഞാനിപ്പോൾ അത് ആദ്യമായിട്ടാട്ടോ കാണുന്നത്. തീ
നമുക്ക് പിന്നെ കുറേ ബ്ലൂ പ്രിൻറ്റ്സ് ഉണ്ട്, ഇതൊക്കെ ഇവിടെ വെക്കാം. ഇത് ഇവിടെ വെക്കാം. കറക്റ്റ് ഓർഡറിൽ തന്നെ വെക്കണം, നല്ല പണിയാണ്. ഓക്കെ, അടുത്ത വെക്കാം. ഇനി എങ്ങനെ തെറ്റിയാൽ പെട്ട്. ഓക്കെ, അതും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പുറത്തൊന്നും വെക്കാൻ പറ്റൂല സാധനങ്ങൾ. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഔട്ട്സൈഡ് സർവൈവ് ചെയ്യണ നേരത്തെ കുഴപ്പമില്ല. നമ്മൾ പുറത്ത് സർവൈവ് ചെയ്യണ നേരത്തെ ഞാൻ ഫാം പ്ലോട്ട് ബിൽഡ് ചെയ്തില്ല, പക്ഷെ എനിക്ക് പറ്റുമായിരുന്നു. ഫാം പ്ലോട്ട് ഒരു ഹാമർ ഉണ്ടാക്കിയിട്ട് ഫാം പ്ലോട്ട് എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റുമായിരുന്നു പുറത്ത്. അതെല്ലാവർക്കും പറ്റും, എനിക്ക് മാത്രമല്ല. പിന്നെ ബെയർ ട്രാപ്പും പറ്റും. കോലാക്കിട്ടിന് സേവ് ചെയ്യണമെങ്കിൽ 2 ആൾക്കാർ വേണം. എന്നിട്ട് ബെയർ ട്രാപ്പ് അവിടെ വെച്ചിട്ട് മറ്റാൾ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് ഓരോന്ന് വെച്ചിട്ട് ഇങ്ങനെ അതിനെ അറ്റാക്ക് ചെയ്യുക. അത് അടിപൊളിയാവും. അത് നമ്മൾ ചെയ്യണില്ല. നമ്മളിപ്പോൾ ഒരു വീട്ടിനെ സേവ് ചെയ്തിട്ടില്ലേ, നമുക്കിതിനെ സേവ് ചെയ്യണമെന്നുണ്ട്. ക്രാക്കൻ കിഡിനെ, കോലാക്കിട്ട് എന്തായാലും പറ്റൂല. പിന്നെ സ്ക്വിഡ് കിഡ് ഈസിയാണ്, ഡൈനോ കിഡും ഈസിയാണ്. പക്ഷെ നമ്മളിപ്പോൾ സേവ് ചെയ്യാൻ പോണത് മറ്റേ കിഡിനെ. എന്ത് കിഡാ? ക്രാക്കൻ കിഡ്. The deer is hungry tonight. Something evil is approaching your campfire. It arrives tonight. അതല്ലേ, അതൊക്കെ ഞാൻ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഫുഡ് എടുക്കാം. ഓക്കെ, യമ്മി. ഞങ്ങൾക്ക് സ്റ്റീക്ക് എടുക്കാനാണ് നല്ല ഇഷ്ടം. സ്റ്റീക്കാണ് നമ്മുടെ എനർജി കുറച്ചും കൂടി കൂട്ടുക. ബീൻ യു ഗൈസ് നിങ്ങൾക്ക് ബീൻ ഇഷ്ടമാണോ? എനിക്കിഷ്ടമല്ല. എനിക്ക് ചോറും ഇഷ്ടമല്ല. ആരൊക്കെയാണ് ചോറ് ഇഷ്ടമല്ലാത്തവർ? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വൂൾഫ് പെൽറ്റ് അത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി മറ്റേ ആൽഫ വൂൾഫ് പെൽറ്റ് കൊടുത്തിട്ടാണ് എടുത്തത്. ഗൈസ് ഇതാ നമ്മുടെ ബേസ് കിട്ടി. നമുക്ക് ഇതിൽ കൂടി പോവാം, അല്ലെങ്കിൽ നമ്മൾ വൂൾഫ് നമ്മളെ തന്നെ കൂടെ വരും. നമുക്ക് മാക്സിമം ആമോ വേണം. ഓക്കെ ഗൈസ്, അതിൻ്റെ അടുത്ത് വേറൊരു വൂൾഫ് വെച്ചിട്ടുണ്ട് ഇവിടെ നിൽക്കുന്നു. ഗൈസ് നമുക്കിപ്പോൾ അധികം പറ്റൂല എന്ന് തോന്നുന്നു. നമുക്ക് അധികം ഇതൊന്നുമില്ല. റൈഫിലിൻ്റെ ആമോ ഇല്ല, പിന്നെ റിവോൾവർ ആമോ ഇല്ല. അത് കണ്ട ഇനി 3 കൂടി ഉള്ളൂ. റൈഫിൽ കുറച്ചും കൂടി ഉള്ളൂ. 4 + 4 5 + 4 9. ഇപ്പോൾ ഇതിൽ 2 ഉള്ളൂ ഗൈസ്. നമ്മളിതിൽ എന്തായാലും പറ്റൂല എന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യുക. ലാസ്റ്റത്തെ വൂൾഫ് ഉണ്ടെങ്കിൽ, ആൽഫ വൂൾഫ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്പിയറായിട്ട് തന്നെ കൊല്ലാം. ഓക്കെ ഗൈസ്, മാക്സിമം ഉണ്ട് തോന്നുന്നു. ഈ വൂൾഫ് എന്താ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നിക്കണ് ഗൈസ്? ഇനി ലാസ്റ്റത്തെ വൂൾഫ് അവിടെ പോയിക്കണ്. അപ്പോൾ നമുക്ക് ഇതിനാദ്യം കൊന്നിട്ട് എന്നിട്ട് മറ്റേതിനെ കൊല്ലാം. ഓക്കെ, ഇതിന് മേലെ കയറിയിട്ട് തന്നെ കൊല്ലാം. ഗൈസ്, ലാനാസ് ലൈഫ്. ഞാൻ ലാനൻ്റെ വീഡിയോ കാണലുണ്ട്. ലാനൻ്റെയും ക്യാറ്റിൻ്റെയും വീഡിയോ കാണലുണ്ട്. ക്യാറ്റിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ PPKV എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ സേവ് ചെയ്യാൻ പോവാണ്. അങ്ങനെ സ്പിയർ ആർക്ക് വേണം? സ്പിയർ നമുക്ക് ഓൾറെഡി സ്പിയർ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇനി വേണ്ട. പിന്നെ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്യുക ഗൈസ്. നമുക്ക് സ്റ്റീക്ക് മാത്രമേ എടുക്കണുള്ളൂ. സ്റ്റീക്ക് ഇനി അത് ഫുള്ളായിട്ടില്ലെങ്കിൽ നമുക്ക് ബാക്കി എടുക്കാം. കുറേ സ്റ്റീക്ക് നമുക്ക് വേണം. ഒരാൾക്ക് തന്നെ കുറേ സ്റ്റീക്ക് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെ മെമത്തിനെ കൊല്ലണം. ബീൻ എന്താ അവിടെ തന്നെ നിൽക്കുന്നു? ഓക്കെ, നമുക്ക് 25 ഉണ്ടായതുകൊണ്ട് ഫുള്ള് എടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇത് നമുക്ക് തിന്നാം. ഇത് 2 ഉണ്ടായിരുന്നു, അത് കുഴപ്പമില്ല, നമുക്ക് അവിടെ തന്നെ വെക്കാം. ഗൈസ്, നമ്മൾ ഇനിയും കുറേ സ്ഥലമുണ്ട് നമുക്ക് കറങ്ങാത്ത. അവിടെയൊക്കെ പോയാൽ നമുക്ക് ചിലപ്പോൾ ഗോൾഡ് ചെസ്റ്റോ റൂബി ചെസ്റ്റോ എന്തെങ്കിലും കിട്ടും. യു വിൽ ബി അറ്റാക്ക് ടുനൈറ്റ്. റിട്ടേൺ ടു യുവർ ക്യാമ്പ് ഫയർ അല്ലേ? ഗൈസ്, നമുക്ക് സ്പ്രിംഗ് യൂസ് ചെയ്യാൻ പറ്റൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾ എൻ്റെ തലയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊരു സാധനം കാണാൻ പറ്റും. കാരണം ഞാൻ 2 ബണ്ണി ഫുട്ടേറ്റ് ഞാൻ മറ്റേ ഹെഡ്ഫോണോ അങ്ങനെ എന്തോ ഒരു സാധനം ഞാൻ വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സാധനം വെച്ചിരിക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റുന്നില്ല. കണ്ട, അതിൻ്റെ ഉള്ളിൻ്റെ തലേൻ്റെ ഉള്ളിൽ പോയിക്കണം. ഇവിടെ തന്നെ നിൽക്കാം. അതാകുമ്പോൾ കാണാൻ പറ്റില്ല. നമ്മൾ പുറത്ത് പോയി നിൽക്കണം. പുറത്ത് പോയി നിന്നാൽ മറ്റേ റെഡ് കൾട്ടിസ്റ്റ് ക്രോസ് ബോ കൾട്ടിസ്റ്റ് ചിലപ്പോൾ വന്നിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ക്രോസ് ബോ കൾട്ടിസ്റ്റ് വന്നിട്ടില്ല, അത് നന്നായിട്ടാ. നമുക്ക് ഇതിൽ കൂടി പോയേക്കാം. നോ ഗൈസ്, വന്നിക്കണേ. 2 വന്നിക്കണേ. ഏതത്? 2 ക്രോസ് ബോ കൾട്ടിസ്റ്റാണ് വന്നിക്കണത്. അതൊക്കെ അവർ കുറച്ച് പണിയാണ്, ബാക്കിയുള്ളതൊക്കെ ഈസിയാണ്. പിന്നെ ഗ്ലിച്ച് നടന്നാൽ പിന്നെ പെട്ട്. ഒരു പ്രാവശ്യം ഞാൻ കുറേ സർവൈവ് ചെയ്തിട്ട് ഗ്ലിച്ച് ഉണ്ടായിരുന്നു. ഞാൻ അതിനെ അറ്റാക്ക് ചെയ്തിട്ടും ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഒരു കുട്ടൻ വരുന്നുണ്ട്. വാടാ കുട്ടാ വാ. നമ്മുടെ കൂടെ വന്ന കൾട്ടിസ്റ്റ് എല്ലാവരും നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളല്ല, ഈ ട്രാപ്പ്. ഈ 2 ക്രോസ് ബോ കൾട്ടിസ്റ്റ് ഉണ്ട് എന്നാണ് തോന്നണത്. ഉണ്ട്. നമുക്ക് ആദ്യം ക്രോസ് ബോ കൾട്ടിസ്റ്റിന് അറ്റാക്ക് ചെയ്യുക. 1 വെച്ചിട്ട്
ആ വാടക്കട്ട വാടാ, വാ 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 വാ. ഏതെന്താ തിരിച്ചു പോണടാ, വാടാ. പേടിയാണ് എനിക്ക്. പേടിക്കലടാ ഇങ്ങനെ പേടിക്കാൻ പാടില്ല നമ്മള്. ഇവിടെ നമുക്ക് ബാക്ക് പോയി നോക്കാം. അപ്പൊ ഇങ്ങോട്ട് വരും. വാ 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 വാടാ. യെസ്, ദാറ്റ്സ് വാട്ട് വി നീഡഡ്. ഗൈസ്, ഇനി ബാക്കിയുള്ളവരെ നമുക്ക് ഡെഡ് ആക്കാം. ഓക്കെ, അടുത്ത ആൾ വന്നിട്ടുണ്ട്. അടുത്ത ആൾ വാ. അടുത്ത ആൾ എന്താ വരാത്ത? മറ്റേനെ എടുത്ത്. അതുകൊണ്ട് സ്റ്റക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഈ ക്രോസ് ബോ കൾട്ടിസ്റ്റിന് പോയിട്ട് സ്പിയർ ആയിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാം. എന്നിട്ട് വേഗം പോയിട്ട് നമ്മളുടെ ബേസിക്കിനെ പോവാ. അതാ വരുന്നത്, കുട്ടൻ വരുന്നുണ്ട്. വാ 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 വാ, വേഗം വാ. ഞാൻ കാത്തുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, വെയിറ്റ്. ബീനെ ഞാൻ അറ്റാക്ക് ചെയ്തോ. കുറേ ഫ്യൂൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. നൈസ്. പിന്നെ യെസ്, മറ്റേ സാധനം കിട്ടിയിട്ടുണ്ട്. ദ കൾട്ടിസ്റ്റ് ജം. ദ പെൽറ്റേഡർ ഹാസ് അറൈവ്ഡ് ടുഡേ. അങ്ങനെയല്ലേ കൊടുത്തത്. നമുക്ക് ബെയർ പെൽറ്റ് ഇല്ല. ഒരാളെ സേവ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ബെയർ പെൽറ്റ് നമുക്കില്ല. അപ്പോൾ കുഴപ്പമില്ല. നമ്മൾ തൽക്കാലത്തിന് വേറെ എന്തെങ്കിലും നോക്കാം. നമുക്ക് അടുത്ത ബെഡ് ബിൽഡ് ചെയ്യണമെന്നുണ്ട്. ബിൽഡ് ചെയ്യാൻ പറ്റുമോ? ഓ 6, 7 ഗൈസ്. കണ്ടതാണ് ഞാൻ പറഞ്ഞ ഫ്ലാഗിന് 6 ഫുഡും 6 സ്ക്രാപ്പും വേണം. ഞാൻ എന്തെങ്കിലും കേട്ടാൽ നമുക്കത് ഒരാവശ്യമില്ലാത്ത സാധനം വേണ്ടി നമ്മൾ ബിൽഡ് ചെയ്യുന്നില്ല. നമുക്ക് ആദ്യം ബെഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വുഡ് എടുക്കാം. കുറച്ചധികം വുഡ് എടുക്കാം ഗൈസ്. എല്ലാ പ്രാവശ്യവും ഞാൻ കളിക്കുമ്പോഴും എനിക്ക് ചെയിൻസോ ഉണ്ടായാൽ മതിയായിരുന്നു. സാപ്ലിങ്സ് ആർക്ക് വേണം ഗൈസ്? ഇനി നമ്മൾ ഈ ചെയിൻസോ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ കട്ട് ചെയ്തെടുക്കും. ട്രീ കട്ട് ചെയ്തെടുക്കും. നമ്മൾ 12 വുഡ് കിട്ടിയിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യട്ടെ. 14 ഇനിയും നമുക്ക് വേണം. ഒന്നും കൂടി നമുക്ക് കട്ട് ചെയ്യാം. വേഗം കട്ടാകും. ഓക്കെ, എന്തിലായിക്കോട്ടെ ഗൈസ്. എന്നാലും എനിക്ക് ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യം, ടോട്ടൽ 3ാമത്തെ പ്രാവശ്യം എനിക്ക് തോന്നുന്നത്. ഇന്നലെയും കിട്ടിയിട്ടില്ല, ഇന്നും കിട്ടിയിരിക്കണ്. ഇന്നും കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ഒന്നും കൂടി കളിച്ചിരുന്നപ്പോൾ അതിലും കിട്ടിയിരിക്കണ്. പക്ഷെ അതിൽ കിട്ടിയ എനിക്ക് വേറെ എന്തോ കുണായാണ് കിട്ടിയത്. അത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ലൈറ്റ്നിങ് റോഡ് ഉണ്ടായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ആരും അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. സാധാ ട്രീസിനെ കട്ട് ചെയ്യുമ്പോഴാണ് കുറച്ച് ടൈം എടുക്കുന്നത്. വെച്ചാൽ സ്ട്രോങ് ആക്സിനെക്കാളും കുറച്ച് ടൈം എടുക്കുക. അതെങ്കിലും കുഴപ്പമില്ല. വലിയ ട്രീ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ചെയിൻസോ തന്നെയാണ് നല്ലത്. കാരണം നമ്മളിങ്ങനെ സ്വിങ് ചെയ്തിരിക്കേണ്ടി വരും. മറ്റേതാണെങ്കിൽ നെക്കിയാൽ മതി. മറ്റേത് നെക്കിയിട്ട് ഒന്നും കൂടി നിൽക്കണം. ഇതൊക്കെ 38 വുഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതാ 30 വുഡ് വേണം. നമ്മൾ ക്രാഫ്റ്റിംഗ് ബെഞ്ച് മാത്രം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമുക്ക് 30 വുഡ് ചെയ്യാം. പിന്നെ ഗൈസ് 47 ഡേ ആയിട്ടുണ്ട്. ഞാൻ എല്ലാ ബെഡും കൂടി ബിൽഡ് ചെയ്താൽ വേഗം ബിൽഡ് ചെയ്യണം. ടൈം കുറിച്ചാണ്. ഓക്കെ, പറഞ്ഞാൽ പറ്റുന്നുള്ളൂ. പിന്നെ അത് വലിയൊരു പീസ് ബീനും മറ്റേ വുഡിൻ്റെ പോലെ തന്നെ ഉണ്ട്. നമ്മൾ അറിയാതെ ബീൻ എടുക്കുമെന്നൊരു സംശയം. എടുത്താലും കുഴപ്പമില്ല. നമ്മൾ ഫയർ കിടാതെ ഇരുന്നാൽ മതി. ഫയർ കിട്ടാലും കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എന്താ പറഞ്ഞ ഗൈസ്, എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ ഗൈസ്, ഇത് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ക്രാഫ്റ്റിംഗ് ബെഞ്ച്. ഓക്കെ, 30 വുഡായോ? 20 വുഡായിട്ടുള്ളൂ. പക്ഷെ എന്നാലും പറ്റി. ഓക്കെ, നമ്മൾ ഇവിടെ തന്നെ ബിൽഡ് ചെയ്യാം. മെസ്സി ആയിട്ട് തന്നെ ബിൽഡ് ചെയ്യണ്. ബാക്കി 3 ബെഡും ബിൽഡ് ചെയ്തത് ഞാനല്ല, അതിൻ്റെ കൂടെ ടീംമേറ്റ് വേറെ ഉണ്ടായിരുന്നു. അതാണ് ആ ടീംമേറ്റാണ് ബിൽഡ് ചെയ്തത്. അത് ഞാനൊന്നല്ല ബിൽഡ് ചെയ്തത്. പക്ഷെ ഇപ്പോഴത്തെ ഈ ബെഡ് ബിൽഡ് ചെയ്തത് ഞാനാണ്. നമുക്ക് കുറച്ച് ഇത് ബിൽഡ് ചെയ്യണം. ഇനിയും ക്രാഫ്റ്റിംഗ് ബെഞ്ച് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇനി എന്താ കിട്ടണമെന്ന് പറയണില്ല. അതിനൊരു ജം ഓഫ് ദ ഫോറസ്റ്റ് ആണ്. നമ്മൾ എടുത്തിട്ടില്ല. നമ്മുടെ അടുത്തുണ്ട്, പക്ഷെ എടുത്തിട്ടില്ല. കുഴപ്പമില്ല. ബീൻ വാ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റോമീന് പോയി എടുക്കണം. സ്റ്റോമി തന്നെയല്ലേ പേര്. സ്റ്റോമീനെ പോയിട്ട് നമുക്ക് എടുക്കണം. പിന്നെ ക്രാക്കൻ കിഡ്, അതിനെ കുറച്ച് ഫ്രണ്ട്സിനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു, പക്ഷെ കൊടുത്തിട്ടില്ല. നമുക്ക് ഒരു ഫ്യൂല് പോയി എടുക്കാം. 2 ഓയിൽ ബാരൽ വേണ്ട, ഒറ്റ ഫ്യൂല് കൊണ്ടി എടുക്കാം. ഇതെടുക്കാം. ഈ 3 എടുത്തിട്ടുണ്ട്. 2 ഫ്യൂൽ കാനിസ്റ്ററും 1 കോളും. എന്നിട്ട് ഇതിലേക്ക് ഇടുകയാണ്. പിന്നെ പോവാൻ നേരത്തെ നമ്മൾ ഫുള്ള് ഞാൻ പോവാൻ നേരത്തെ നേരത്തെ കാണിച്ചു തരാം ലാസ്റ്റ്. അത് പോവാൻ നേരത്തെ, അല്ലെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാവില്ല. പിന്നെ വേറെ എന്താ ഗൈസ്,
നമുക്ക് രാവിലെ ആയിട്ട് വേണം. ഓ പിപ്പിക്ക് നമ്മൾ എൻ്റെ ഇതിലിട്ട് സാക്കിലിട്ട് കിട്ടാം. അതിന് സിറ്റ് ചെയ്യാം. റീനെയിം ചെയ്തിട്ട് സബ് ഫാൻറ്റസി സബ് എന്ന് കൊടുക്കുക. സബ് പ്ലീസ് എന്ന് പേരിടുക. അതുകൊണ്ട് ഉബ് എന്ന് അയക്കണം വന്നിരിക്കുന്നത്. സബ് കാണിക്കണില്ല ടൈല്, അതുകൊണ്ട് മനസ്സിലാവാത്തത്. സബ് പ്ലീസ്. ഓ അവാർഡ് 2 ഡയമണ്ട്സ്. അപ്പോൾ എന്ന് വെച്ചാൽ ഡേ 50 ആയിട്ടുണ്ട് ഗൈസ്. 48 ആയിട്ടുള്ളൂ ഉള്ളല്ല, കുഴപ്പമില്ല. അത് എന്തായാലും ഇൻക്രീസ് ചെയ്യും, പിന്നെ കാണിക്കും. യെസ് ഗായ്സ്, ഡേ 53 ആയിട്ടുണ്ട്. 1 2 3 4 ബെഡ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, എന്നാലും ചെയ്യണം. നമുക്ക് ആദ്യം ഈ എല്ലാ ഫ്യൂലും നമ്മളെല്ലാ ഫ്യൂലും എടുത്തിട്ട് നമുക്ക് നമ്മളെ ഫയലിൽ കൊണ്ടുപോയിടാം. ഓ കുറച്ചും കൂടി മതി ഫുള്ളാവാൻ തോന്നുന്നു. പക്ഷെ നമുക്കിപ്പോൾ ഫുള്ളാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നിങ്ങൾ വിചാരിക്കും ഞാനെന്താ എപ്പോഴും ഫുഡ് തിന്നുകൊണ്ടിരിക്കണമെന്ന്. ഞാൻ ഫുഡ് തിന്നുന്ന കാരണം ഇനി ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യില്ല. ലീവ് ചെയ്യാൻ നേരത്തെ എല്ലാ ഫുഡും തീർക്കും, എല്ലാ സ്ക്രാപ്സും തീർക്കും. നമുക്ക് എല്ലാ ബെയർ ട്രാപ്പ് എടുക്കാം. 8 എണ്ണം മാത്രമേ ഉള്ളൂ. 8 എണ്ണം ഞാൻ ഇംഗ്ലീഷും മറ്റേതും മലയാളം കൂടി മിക്സ് ആക്കി പറഞ്ഞതാക്കണ്ട. റെഡി ഫോർ അപ്ഗ്രേഡ്. ഞാൻ അറിയാതെ അത് എടുത്തതാണ്. ഓ സെറ്റപ്പ്. ഇനിയും കുറേ ഉണ്ട്. ഇത് ഇവിടെ വെക്കാം. ബാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് സ്ക്രാപ്പില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് തന്നെ പോകണില്ല ഞാൻ. ഹേയ് സബ്. സബ് പ്ലീസ്. എന്ത് പേരാ ഗൈസ്? കുഴപ്പമില്ല ഗൈസ്. നമ്മളെ കിവി പറയണതാണ് സബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കിവി മാറി തുടങ്ങും. ഡെഡ് ആവാൻ പോകുന്നു. വർക്കൊന്നും ആവണില്ല. നമുക്ക് അടുത്ത ഇതിന് പോയിട്ട് നമ്മളുടെ അടുത്ത കിവി അല്ല കിവിനെ പോയിട്ട് നമുക്ക് എടുത്തിട്ട് അതിനെ കൊണ്ടുവരാം. അതിൻ്റെ പേര് സ്റ്റോമി എന്നാണ്. എനിക്ക് ഈ ബീൻ എന്നുള്ള പേര് ഇഷ്ടപ്പെട്ടില്ല. ടൈമിംഗ് ഫ്ലൂട്ട് പിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ നേരം എടുത്ത്. ടൈമിംഗ് ഫ്ലൂട്ട് ഇതല്ലേ മറ്റേ സ്ഥലം? ഇവിടെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അവിടെ കൾട്ടിസ്റ്റും ഉണ്ട്, പിന്നെ എൻ്റെ കിവിൻ്റെ കിവിയുണ്ട്. സ്റ്റോമി കണ്ട എന്തെടുക്കാൻ പറ്റത്. ഓക്കെ ഫോളോ. മറ്റാൾ ഞാൻ ഓൾറെഡി അവനെ കൊന്നിരുന്ന്. പക്ഷെ ഞാനും വിചാരിച്ചു ഇവനെന്തെങ്കിലും നീറ്റ് നിൽക്കണമെന്ന്. ഇതൊന്നും ഇപ്പോൾ സ്ക്രാപ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. സ്ക്രാപ്സ് ഒന്നും നമ്മൾ എടുക്കണില്ല. ബേറിൻ്റെ അടുത്ത് പോകുക കേട്ടോ. ഇത് ബേറിനല്ലേ? യെസ് ഗൈസ്, ബേറിൻ്റെ അടുത്ത് പോയി ഡെഡ് ആവാട്ടോ. ഹായ് ബേർ നല്ല ക്യൂട്ടാണ് ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ബേറിനെ ഇഷ്ടമാണോ. ഗൈസ് ഈ കിവി അല്ല ആ കിവിയല്ലേ, ഈ കിവിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.